എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് മോറൽ ഡെവലപ്മെന്റ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതിന്റെ ബേസ് ചെയ്തൊരു തിയറിയാണ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ബൈ ജീൻ പിയാഷെ. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം. The term moral is derived from the Latin word morus, which means manners, customs and folkways. മോറൽ എന്ന ഇംഗ്ലീഷ് പദം ലാറ്റിൻ പദമായ മോറസ് എന്നതിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. മോറസ് എന്ന വാക്കിന്റെ അർത്ഥം പെരുമാറ്റം, ആചാര രീതികൾ, നാട്ടുനടപ്പ് എന്നൊക്കെയാണ്. Moral development refers to development of moral behavior and moral concepts. That means a socialized behavior. മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സന്മാർഗ വികാസം അല്ലെങ്കിൽ നൈതിക വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മോറൽ ബിഹേവിയറിനെയാണ്, നല്ല രീതിയിൽ പെരുമാറുന്നതിനെയാണ് മോറൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Moral concepts start developing when the child learns what is good and what is bad, what is right and what is wrong. ഒരാളുടെ സന്മാർഗ വികസനം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് എവിടെയാണ് തുടങ്ങുന്നത്? ഒരു കുട്ടി ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നല്ലതായിട്ടുള്ള കാര്യം, ഏതാണ് മോശപ്പെട്ടത് എന്നിങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സന്മാർഗ വികാസം ആരംഭിക്കുന്നത്. The child's first initiation into the mysteries of good and bad is through his parents' acceptance and rejection of his various actions. ഒരു കുട്ടി ഈ മോറൽ ഡെവലപ്മെന്റ് ലോകത്തിലേക്ക് ആദ്യമായിട്ട് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവന്റെ പേരൻസ് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് കുട്ടിക്ക് മോറൽ ഡെവലപ്മെന്റ് എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത്. അതായത് താൻ ചെയ്യുന്ന എന്തോ ഒരു കാര്യം ചിലപ്പോൾ അമ്മ വഴക്കു പറയും അല്ലെങ്കിൽ അച്ഛൻ വഴക്കു പറയും. താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരെങ്ങനെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെതിരെ എങ്ങനെ അവർ പ്രതികരിക്കുന്നു, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് മോറൽ ഡെവലപ്മെന്റ് ഒരു കുട്ടിയിൽ നടക്കുന്നത്. An action that automatically results in reward brings him pleasure, so he considers it good and right, whereas in punishment he considers it as bad and wrong. ഒരു കുട്ടിക്ക് അവൻ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് സമ്മാനങ്ങൾ അല്ലെങ്കിൽ അവനൊരു അപ്രീസിയേഷൻ, അംഗീകാരമാണ് കിട്ടുന്നതെങ്കിൽ അവൻ ചെയ്ത കാര്യം നല്ലതാണെന്നുള്ളൊരു ബോധമാണ് ആ കുട്ടിയിൽ ഉണ്ടാവുന്നത്. പക്ഷേ അവൻ ചെയ്ത ഒരു കാര്യത്തിന് പണിഷ്മെന്റ് ആണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷയാണ് കിട്ടുന്നത്, വഴക്ക് കിട്ടുകയോ അല്ലെങ്കിൽ അടി കിട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ എന്ത് ബോധമാണ് ഉണ്ടാവുന്നത്? താൻ ചെയ്തത് ഒരു തെറ്റായ കാര്യമാണ്. ഇങ്ങനെയാണ് മുതിർന്നവരിൽ നിന്ന് കുട്ടിക്ക് ഒരു മോറൽ കോൺസെപ്റ്റ് കിട്ടുന്നത്. മോറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തിയറിയാണ് പഠിക്കാനുള്ളത്. തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ബൈ ലോറൻസ് കോൾബർഗ് ആൻഡ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ബൈ ജീൻ പിയാഷെ. ഇനി നമുക്ക് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ബൈ ജീൻ പിയാഷെ പഠിക്കാം. പിയാഷെസ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്, പിയാഷെയുടെ സന്മാർഗിക വികാസ ഘട്ടങ്ങൾ. The cognitive developmental perspective of moral development was put forward by Swiss biologist and famous psychologist Jean Piaget. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ജീൻ പിയാഷെയാണ് മോറൽ ഡെവലപ്മെന്റിന് ഒരു കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് കൊടുത്തത്. അതായത് വൈജ്ഞാനികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ആളാണ് ജീൻ പിയാഷെ. He assumed that individuals develop morality through construction. എങ്ങനെയാണ്? അറിവ് നിർമ്മിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മോറൽ ഡെവലപ്മെന്റും ഉണ്ടാകുന്നത്. അതായത് നമ്മൾ പുതിയ പുതിയ അറിവുകൾ ഓരോ ദിവസവും ഉണ്ടാവുന്നത് വഴി നമുക്ക് നമ്മുടെ മോറൽ ഡെവലപ്മെന്റും അതിനൊപ്പം തന്നെ നടക്കുന്നതെന്നാണ് ജീൻ പിയാഷെ പറഞ്ഞത്. Construction is the process of moral development in which children actively attend to and weigh multiple aspects of situations in which social conflicts arise and derive new moral insights. കുട്ടികൾ തങ്ങൾ നേരിടുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും അറിവ് ഉൾക്കൊണ്ട് അതിൽ നിന്നാണ് അവന്റെ മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. കുട്ടികൾ എങ്ങനെയാണ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് പരിചിതമില്ലാത്ത എന്ത് സാഹചര്യത്തിൽ അവർ ചെന്ന് പെട്ടാലും അതിൽ നിന്ന് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അറിവ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ജീൻ പിയാഷെ പറഞ്ഞത്. ഈ അറിവ് നിർമ്മിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ത്രൂ കൺസ്ട്രക്ഷൻ ദേ ഡെവലപ്പ് മൊറാലിറ്റി. അങ്ങനെയാണ് അവര് സന്മാർഗികമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. According to him, cognitive maturity and social experience lead to advances in moral understanding. കുട്ടികൾ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴും അവർ സമൂഹത്തിൽ ഇടപഴകുമ്പോഴുമാണ് കൂടുതൽ മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സന്മാർഗിക വികാസം ഒരു കുട്ടിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അവൻ കാര്യങ്ങളായിട്ട് കൂടുതൽ ഇടപഴകും തോറും അവന് മോറൽ ഡെവലപ്മെന്റും തനിയെ ഉണ്ടാവുന്നു എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. പിയാഷെ ഐഡന്റിഫൈഡ് 3 different stages in moral development. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 3 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ സ്റ്റേജ് ഓഫ് അനോമസ് മൊറാലിറ്റി. ജനനം തൊട്ട് 5 വയസ്സ് വരെ.
സ്റ്റേജ് 2 ദ സ്റ്റേജ് ഓഫ് ഹെറ്ററോണോമസ് മൊറാലിറ്റി 5 to 13 ഇയേഴ്സ് 5 തൊട്ട് 13 വയസ്സ് വരെ. ഈ സ്റ്റേജിനെ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെറ്ററോണോമി അതോറിറ്റി 5 to 8 ഇയേഴ്സ് ആൻഡ് ഹെറ്ററോണോമി റെസിപ്രോസിറ്റി 8 to 13 ഇയേഴ്സ്. സ്റ്റേജ് 3 ദ സ്റ്റേജ് ഓഫ് ഓട്ടോണമസ് മൊറാലിറ്റി 13 to 18 ഇയേഴ്സ് ഓഫ് ഏജ് 13 തൊട്ട് 18 വയസ്സ് വരെ, അതായത് അഡോളസെന്റ് ഏജ്. ഇത് നമുക്ക് ഓരോ സ്റ്റേജും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സ്റ്റേജ് 1 ദ സ്റ്റേജ് ഓഫ് അനോമസ് മൊറാലിറ്റി 0 to 5 ഇയേഴ്സ്, ജനനം മുതൽ 5 വയസ്സ് വരെ. ദിസ് ഈസ് ദ സ്റ്റേജ് വിത്തൗട്ട് ലോ where pain and pleasure act as the regulators of behavior. യാതൊരു നിയമവ്യവസ്ഥകളും ബാധകമല്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ ജനനം തൊട്ട് 5 വയസ്സ് വരെ. കുട്ടികളുടെ പെരുമാറ്റം എന്തിനെ ആശ്രയിച്ചാണ്? ബേസ്ഡ് ഓൺ പെയിൻ ആൻഡ് പ്ലഷർ. കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് വേദനയും ആനന്ദവുമാണ്. അറ്റ് ദിസ് സ്റ്റേജ് ദ ബിഹേവിയർ ഓഫ് ദ ചൈൽഡ് ഇസ് നൈദർ മോറൽ നോർ ഇമ്മോറൽ ബട്ട് നോൺ മോറൽ ഓർ എമോറൽ. ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് യാതൊരു മോറൽ ചിന്തകൾ അല്ലെങ്കിൽ സന്മാർഗമായിട്ടുള്ള യാതൊരു ഐഡിയാസോ ആശയങ്ങളോ ഒന്നും ഇല്ലാത്ത പ്രായമാണ്. അവരെങ്ങനെയാണ്? അവരുടെ ഇഷ്ടത്തിനും അവരുടെ ആനന്ദത്തിനും അനുസരിച്ചാണ് അവർ പെരുമാറുന്നത്. അല്ലാതെ അവിടെ ഒരു മൊറാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റേ ഇല്ല. സന്മാർഗികമോ അസാൻമാർഗികമോ അല്ല, സന്മാർഗരഹിതമാണ്. ദാറ്റ് മീൻസ് ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ്. നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനം എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ഓരോ പെരുമാറ്റവും എന്തിനു ഡിപ്പെൻഡ് ചെയ്താണ്? പെയിൻ ആൻഡ് പ്ലഷർ, വേദനയെയും ആനന്ദത്തെയും ആശ്രയിച്ചാണ് അവരുടെ ഓരോ പെരുമാറ്റവും, അല്ലാതെ സന്മാർഗികമായിട്ടുള്ള ഒരു കാരണത്തെ ആശ്രയിച്ചല്ല. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എനി മോറൽ കോൺസെപ്റ്റ്സ്. അടുത്തതാണ് ദ സ്റ്റേജ് ഓഫ് ഹെറ്ററോണമസ് മൊറാലിറ്റി. At this stage, children view rules as having a permanent existence, as unchangeable and as requiring strict obedience. ഈ കാലഘട്ടത്തിൽ, അതായത് 5 തൊട്ട് 13 വയസ്സ് വരെ കുട്ടികൾ എന്താണ് നിയമവ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് അവരുടെ ചുറ്റും നടക്കുന്നത്. അവരുടെ മോറൽ ഡെവലപ്മെന്റ് എന്തിനു ബേസ് ചെയ്താണ്? നമുക്ക് ചുറ്റുമുള്ള എല്ലാ നിയമങ്ങളും പാലിക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയാണ് കുട്ടികളിലുള്ളത്. ഈ സ്റ്റേജ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെറ്ററോണോമി അതോറിറ്റി 5 to 8 ഇയേഴ്സ് ആൻഡ് ഹെറ്ററോണോമി റെസിപ്രോസിറ്റി 8 to 13 ഇയേഴ്സ്. ഹെറ്ററോണോമി അതോറിറ്റി 5 to 8 ഇയേഴ്സ്, ഡിസിപ്ലിൻ ഓഫ് ദ അതോറിറ്റി. റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് റെഗുലേറ്റ് മോറൽ ജഡ്ജ്മെന്റ് അറ്റ് ദിസ് സ്റ്റേജ്. ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ മോറൽ ഡെവലപ്മെന്റ് എന്തിനെ ബേസ് ചെയ്താണ്? റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ്. എന്തെങ്കിലും സമ്മാനം കിട്ടുകയോ അല്ലെങ്കിൽ ശിക്ഷ കിട്ടുകയോ എന്നതിനെ ആശ്രയിച്ചാണ് ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ മോറൽ ഡെവലപ്മെന്റ്. ദിസ് സ്റ്റേജ് മേ ബി കോൾഡ് ദ ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ് ഇമ്പോസ്ഡ് ബൈ അഡൾട്ട്സ്. മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയനം, ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ്. മുതിർന്നവർ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കുറെ സമ്മാനങ്ങളുടെയോ ശിക്ഷയുടെ പേരിൽ ഉണ്ടാവുന്ന കുട്ടികളുടെ മോറൽ ഡെവലപ്മെന്റ് കാലഘട്ടമാണ് ഹെറ്ററോണോമസ് അതോറിറ്റി ഓർ ഡിസിപ്ലിനിങ് ബൈ അതോറിറ്റി. മോറൽ ബിഹേവിയർ അറ്റ് ദിസ് സ്റ്റേജ് ഈസ് കൺട്രോൾഡ് ബൈ എക്സ്റ്റേണൽ അതോറിറ്റീസ്. ഈ കാലഘട്ടത്തിൽ മുതിർന്നവരെ ആശ്രയിച്ചാണ് കുട്ടികളുടെ മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. അത് മാതാപിതാക്കളോ അധ്യാപകരോ അല്ലെങ്കിൽ ദൈവം എന്ന കോൺസെപ്റ്റ് പോലും ആയിരിക്കാം. ഇതിനോടുള്ള ഒരു ഭയം അല്ലെങ്കിൽ അതിൽ നിന്ന് സമ്മാനം കിട്ടുമെന്നുള്ള ഒരു സന്തോഷം, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് മോറൽ ഡെവലപ്മെന്റ് ഹെറ്ററോണോമി അതോറിറ്റി എന്ന സ്റ്റേജിൽ നടക്കുന്നത്. അടുത്തതാണ് ഹെറ്ററോണോമി റെസിപ്രോസിറ്റി ഓർ ഡിസിപ്ലിൻ ഓഫ് റെസിപ്രോസിറ്റി. അറ്റ് ദിസ് സ്റ്റേജ് ചിൽഡ്രൻ സ്റ്റാർട്ട് ടു യൂസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഫെയർനെസ് കോൾഡ് റെസിപ്രോസിറ്റി, ഇൻ വിച്ച് ദേ എക്സ്പ്രസ് ദ സെയിം കൺസേൺ ഫോർ ദ വെൽഫെയർ ഓഫ് അതേഴ്സ് ആസ് ദേ ഡു ഫോർ ദംസെൽഫ്. തങ്ങൾക്ക് എന്ത് നല്ലതാണോ അല്ലെങ്കിൽ തങ്ങൾക്ക് നല്ലതായിട്ട് എന്ത് കാര്യമാണോ ഉള്ളത് അത് തന്നെ മറ്റുള്ളവർക്ക് ലഭിക്കണം എന്നൊരു ചിന്ത വരുന്ന കാലഘട്ടമാണ് ഹെറ്ററോണോമി റെസിപ്രോസിറ്റി ഓർ ഡിസിപ്ലിൻ ഓഫ് റെസിപ്രോസിറ്റി. ഈ ഘട്ടത്തിൽ കുട്ടികളുടെ മോറൽ ഡെവലപ്മെന്റ് നിയന്ത്രിക്കുന്നത് പാരസ്പര്യമാണ്, അതായത് ലവ് ഫോർ അതേഴ്സ്. അതായത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുത് എന്ന ചിന്ത വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഹെറ്ററോണോമി റെസിപ്രോസിറ്റി 8 മുതൽ 13 വയസ്സ് വരെ. ഈ കാലഘട്ടത്തിലാണ് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതായത് സമപ്രായത്തിലുള്ള കുട്ടികളോട് കൂടുതൽ കൂട്ടുകൂടാനും അവരുടെ വെൽഫെയറിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തികളും ഒക്കെ മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടമാണ് ഹെറ്ററോണോമി റെസിപ്രോസിറ്റി 8 മുതൽ 13 വയസ്സ് വരെ. സെക്കൻഡ് സ്റ്റേജ് ആണ് ദ സ്റ്റേജ് ഓഫ് ഹെറ്ററോണമസ് മൊറാലിറ്റി. അതിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെറ്ററോണോമി അതോറിറ്റി ഓർ ഡിസിപ്ലിൻ ഓഫ് അതോറിറ്റി 5 മുതൽ 8 വയസ്സ് വരെ. അടുത്തത് ഹെറ്ററോണോമി റെസിപ്രോസിറ്റി ഓർ ഡിസിപ്ലിൻ ഓഫ് റെസിപ്രോസിറ്റി 8 മുതൽ 13 വയസ്സ് വരെ. അടുത്തതാണ് സ്റ്റേജ് 3
The stage of autonomous morality. At this stage, children view rules as flexible, socially agreed on principles that can be revised to suit the will of the majority. ജീൻ പിയാഷെ ഈ സ്റ്റേജിനെ നീതിബോധത്തിന്റെ സ്റ്റേജ് അല്ലെങ്കിൽ നീതിബോധത്തിന്റെ ഘട്ടം എന്നാണ് പറയുന്നത്. സ്റ്റേജ് ഓഫ് ഓട്ടോണോമസ് മൊറാലിറ്റി. സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾക്കും അനീതികൾക്കും എതിരെ ശബ്ദമുയർത്തുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നുള്ള ഒരു മോറൽ കോൺസെപ്റ്റിലേക്ക് എത്തുന്ന കാലഘട്ടമാണ് ദ സ്റ്റേജ് ഓഫ് ഓട്ടോണമസ് മൊറാലിറ്റി. അതായത് അഡോളസൻ ഏജ് ആണ് 13 തൊട്ട് 18 വയസ്സ് വരെ. അതായത് പ്രതികരണ ശേഷി ഏറ്റവും കൂടുതലുള്ള കാലഘട്ടമാണ് ദ സ്റ്റേജ് ഓഫ് ഓട്ടോണമസ് മൊറാലിറ്റി. At this stage, the individual himself is fully responsible for his behavior. ഒരു വ്യക്തിയുടെ പെരുമാറ്റം എന്തിനെ ആശ്രയിച്ചാണ്, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? ആ വ്യക്തിക്ക് മാത്രമാണ്. അപ്പൊ ഇത് ഏത് സ്റ്റേജ് ആണ്? പ്രത്യേകം ശ്രദ്ധിക്കുക, അഡോളസൻ പീരീഡ് ആണ്. കുട്ടികൾ എന്തിനെ എതിർക്കുന്നതും അവർക്ക് സ്വന്തമായിട്ടൊരു മോറൽ കോൺസെപ്റ്റ് ഉണ്ടാകുകയും ചെയ്യുന്നത് ഈ സ്റ്റേജ് ഓഫ് ഓട്ടോണമസ് മൊറാലിറ്റി 13 to 18 years of age ഈ കാലഘട്ടത്തിലാണ്. നമുക്കിതൊന്നും കൂടെ നോക്കാം. പിയാഷെ ഐഡന്റിഫൈഡ് 3 stages in moral development. 3 സ്റ്റേജ് ആയിട്ടാണ് അദ്ദേഹം മോറൽ ഡെവലപ്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്റ്റേജ് 1, ദ സ്റ്റേജ് ഓഫ് അനോമസ് മൊറാലിറ്റി 0 to 5 years. ജനനം തൊട്ട് 5 വയസ്സ് വരെ. ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ്, നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനം എന്നാണ് അദ്ദേഹം ഈ സ്റ്റേജ് ഓഫ് അനോമി അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് അനോമസ് മൊറാലിറ്റിയെ വിളിച്ചത്. യാതൊരു നിയമവ്യവസ്ഥയും ഇല്ലാത്ത, അതായത് കുട്ടികളുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നത് എന്തിനെ ബേസ് ചെയ്താണ്? പെയിൻ ആൻഡ് പ്ലഷർ, വേദനയും ആനന്ദത്തെ റിലേറ്റ് ചെയ്താണ് അവരുടെ മോറൽ ഡെവലപ്മെന്റ്. അടുത്തതാണ് സ്റ്റേജ് 2, സ്റ്റേജ് ഓഫ് ഹെട്രോണമസ് മൊറാലിറ്റി. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഹെട്രോണോമി അതോറിറ്റി 5 to 8 years. ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ്, കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയനം. ഈ സ്റ്റേജിൽ കുട്ടികളിൽ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് അല്ലെങ്കിൽ പ്രതിഫലവും ശിക്ഷയും ആശ്രയിച്ചാണ് മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. പുറത്തു നിന്നുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കുട്ടിയുടെ മോറൽ ഡെവലപ്മെന്റിനെ നിയന്ത്രിക്കുന്ന കാലഘട്ടമാണ് ഹെട്രോണമി അതോറിറ്റി. അടുത്താണ് ഹെട്രോണമി റെസിപ്രോസിറ്റി 8 മുതൽ 13 വയസ്സ് വരെ. ഈ ഘട്ടത്തിൽ കുട്ടികളുടെ സന്മാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് എന്താണ്? പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പാരസ്പര്യ സ്നേഹം, മറ്റുള്ളവരോടുള്ള കരുതൽ, കൺസേൺ, ഇതൊക്കെയാണ് മോറൽ ഡെവലപ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്തതാണ് ദ സ്റ്റേജ് ഓഫ് ഓട്ടോണമസ് മൊറാലിറ്റി. അഡോളസന്റ് ഏജ് ആണ് 13 തൊട്ട് 18 വയസ്സ് വരെ. സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾക്കും അനീതികൾക്കും എതിരെ ശബ്ദമുയർത്തുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നുള്ള ഒരു മോറൽ കോൺസെപ്റ്റിലേക്ക് എത്തുന്ന കാലഘട്ടമാണ് ദ സ്റ്റേജ് ഓഫ് ഓട്ടോണമസ് മൊറാലിറ്റി. അതായത് അഡോളസൻ ഏജ് ആണ് 13 തൊട്ട് 18 വയസ്സ് വരെ. അതായത് പ്രതികരണ ശേഷി ഏറ്റവും കൂടുതലുള്ള കാലഘട്ടമാണ് ദ സ്റ്റേജ് ഓഫ് ഓട്ടോണമസ് മൊറാലിറ്റി. ഇതാണ് പിയാഷെയുടെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സന്മാർഗിക വികാസ ഘട്ടങ്ങൾ. ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിന്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക്